നിങ്ങളുടെ ഹയർ സെൽഫിന് നിങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. നിങ്ങൾ ഈഗോയ്ക്ക് മേൽ വിജയം നേടിക്കഴിഞ്ഞു. ഇതുവരെ ഈഗോ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കേണ്ട പലതും നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈഗോ മൂലമുള്ള ഒറ്റപ്പെടലിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടാൻ തുടങ്ങുന്നു. നിങ്ങൾ സ്നേഹിക്കാനുള്ള കഴിവ് ആർജിക്കുന്നു. മറ്റുള്ളവരുമായി ബന്ധം പുനഃസ്ഥാപിക്കാൻ ആരംഭിക്കുന്നു. പലതും പങ്കുവയ്ക്കാൻ തയ്യാറാണ്. മറ്റുള്ളവരെ കെയർ ചെയ്യാനും തയ്യാറാണ്. നിഷ്കളങ്കതയുടെ പരിശുദ്ധി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കണം എന്നാണ് ഇന്നസെൻസ് എന്ന കാർഡ് സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന സ്വഭാവം ഉപേക്ഷിക്കുക. കുഞ്ഞു പ്രായത്തിൽ നിന്നും ഈ അവസ്ഥയിലെത്തുന്നതുവരെ നമ്മൾ കൂടുതൽ ക്രിട്ടിക്കലായി മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുക, കുറ്റപ്പെടുത്തുക ഇവയൊക്കെ ചെയ്യാറുണ്ട്. ഇടയ്ക്ക് എവിടെയോ വെച്ച് നമ്മളുടെ നിഷ്കളങ്കത നമുക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് മാറ്റുന്നതിനുള്ളൊരു പുതിയ അവസരം ലഭിക്കുന്നു. നിങ്ങളുടെ ചിലപ്പോൾ ജോലി മാറുന്നതിനോ ബന്ധങ്ങൾ മാറുന്നതിനോ ജീവിതത്തിൽ നിലവിലുള്ള ഗതി മാറുന്നതിനോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കുട്ടിയുടെ നിഷ്കളങ്കതയോടും ജിജ്ഞാസയോടും കൂടി ഇക്കാര്യം ചെയ്യുക. ചൈൽഡ് ലൈക്ക് എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇന്നർ ചൈൽഡുമായി കണക്ട് ചെയ്യുക. കാണുവാനും ശ്രദ്ധിക്കുവാനും പരിശോധിക്കുവാനും കുഞ്ഞുങ്ങൾ കാണിക്കുന്ന ഔത്സുക്യം കാണിക്കുക. നിങ്ങളുടെ യഥാർത്ഥ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിൻ്റെ ആഴത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ചില ഓർമ്മകളും വികാരങ്ങളും പുറത്തേക്ക് വരാൻ അനുവദിക്കുക. ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. ക്ഷമയോടുകൂടി ഇരിക്കുക. നിങ്ങൾക്ക് സന്തോഷം തരുന്നത് എന്തായാലും അത് പാട്ടാവാം, യോഗ അല്ലെങ്കിൽ നൃത്തം, എന്തായാലും അത് ചെയ്യുക. കുഞ്ഞുങ്ങളെപ്പോലെ അതിരില്ലാതെ സ്നേഹിക്കുക. പ്രതീക്ഷകളുടെ അമിതഭാരം നിങ്ങളുടെ ചുമലിൽ നിന്ന് ഒഴിവാക്കുക. അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്യുക. ഇന്നർ നോയിങ് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരമുണ്ട്. ഇപ്പോൾ ആത്മപരിശോധന നടത്താനുള്ള സമയമാണ്. സ്വയം അന്തരാത്മാവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ നിങ്ങൾ ശരിക്കും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങളുടെ ജീവിതയാത്രയുടെ യഥാർത്ഥ ഗതി മനസ്സിലാക്കാൻ ശ്രമിക്കുക. യഥാർത്ഥ സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നു. പ്രോസ്പെരിറ്റിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന് ഗതി നിർണ്ണയിക്കാനുള്ള ശക്തി, കഴിവ് എന്നിവ നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ അന്തർലീനമായിട്ടുണ്ട് എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധി കൊണ്ടുവരാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് പ്രപഞ്ചം നൽകിയിട്ടുള്ള കഴിവുകൾ തിരിച്ചറിയുക. അവ പ്രയോജനപ്പെടുത്തി ജീവിതത്തിൽ അഭിവൃദ്ധി